നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. പട്ടാമ്പിയിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരി തീപ്പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ബന്ധുക്കൾ. മരിച്ച വാടാനംകുറിശി സ്വദേശിനിയായ യുവതിക്ക് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ജോലിയുമായി ബന്ധപ്പെട്ട മാനസിക സംഘർഷമാകാം മരണത്തിന് കാരണമെന്നും യുവതിയുടെ ബന്ധുക്കൾ. തൃശൂർ കാഞ്ഞാണിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. അപകടത്തിൽ മറ്റൊരു യുവാവിന് ഗുരുതര പരിക്ക്. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വാഹനങ്ങളുടെ കൂട്ടയിടി. വഴിയാധാരമായി KSRTC യാത്രികർ. മുള്ളൂർക്കരയിൽ റേഷൻ കടയ്ക്കെതിരായ സപ്ലൈ ഓഫീസ് അധികൃതരുടെ നടപടിക്ക് ഹൈക്കോടതിയുടെ സ്റ്റേ. കടയുടമയുടെ ലൈസൻസ് റദ്ദാക്കാനുള്ള നീക്കവും മരവിപ്പിച്ചു. മുള്ളൂർക്കരയിലെ 237 നമ്പർ റേഷൻ കട ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി അധികൃതർ പൂട്ടിച്ചത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച. ചേലക്കരയിൽ ഹോട്ടൽ ജീവനക്കാരനെ ആക്രമിച്ച സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ. പോലീസിന്റെ പിടിയിലായത് സ്വകാര്യ ബസ് ജീവനക്കാരൻ മനോജ്. കേസ് വധശ്രമത്തിന്. ചെറുതുരുത്തിയിൽ 1.5 മീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടി നട്ടുവളർത്തിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സ്വകാര്യ കെട്ടിടത്തിൽ കഞ്ചാവ് ചെടി കണ്ടെത്തിയത് ഇതര സംസ്ഥാന തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്ന മേഖലയിൽ. വാർത്തകൾ വിശദമായി. പട്ടാമ്പിയിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരി തീപ്പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് കുടുംബ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്നും സ്ഥാപനത്തിലെ ജോലിയുമായി ബന്ധപ്പെട്ട മാനസിക സംഘർഷമാകാം മരണത്തിന് കാരണമെന്നും മരിച്ച യുവതിയുടെ ബന്ധുക്കൾ പറഞ്ഞു. പട്ടാമ്പിയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരിയായ വാടാനംകുറിശി വടക്കേപ്പുരയ്ക്കൽ ഷിതയാണ് തീപ്പൊള്ളലേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ചത്. സ്ഥാപനം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെ ശൗചാലയത്തിലാണ് തീപ്പൊള്ളലേറ്റ നിലയിൽ യുവതിയെ കണ്ടെത്തിയത്. ബുധനാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. ശൗചാലയത്തിൻ്റെ ജനലിലൂടെ തീ ഉയർന്നപ്പോൾ അടുത്തുള്ള കടയിലെ ജീവനക്കാരൻ സമീപത്തെ പോലീസ് സ്റ്റേഷനിലെത്തി വിവരമറിയിക്കുകയായിരുന്നു. പൊള്ളലേറ്റ ഷിതയെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും വ്യാഴാഴ്ച രാവിലെ മരണം സംഭവിച്ചു. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തെങ്കിലും ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്തെത്തുകയും ഇതു സംബന്ധിച്ച് പോലീസിന് മൊഴി നൽകുകയും ചെയ്തു. തീ കൊളുത്തി ആത്മഹത്യ ചെയ്യാൻ കുടുംബത്തിൽ പ്രശ്നങ്ങളില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ടാർജറ്റ് നൽകാറുണ്ടെന്നുള്ള മാനസിക വിഷമം ഷിത പറഞ്ഞിരുന്നതായും കുടുംബം വ്യക്തമാക്കി. ഇവിടെ മരണപ്പെട്ട ഷിത എന്ന് പറയുന്ന പെൺകുട്ടി എൻ്റെ അനിയൻ്റെ ഭാര്യയാണ്. മിനിഞ്ഞാന്നാണ് ഈ ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത്. ജോലിക്ക് പോയ സ്ഥലത്ത് ആ സ്ഥാപനത്തിൽ വെച്ചിട്ടാണ് ഇത്തരം ഒരു കാര്യം നടന്നിട്ടുള്ളത്. കാലത്ത് ജോലിക്ക് പോയ ആൾ വൈകിട്ട് പിന്നെ തീപ്പൊള്ളലേറ്റു എന്നാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്ഥാപനത്തിൻ്റെ പരിസരത്ത് വെച്ച് നടന്നിട്ടുള്ളൊരു കേസായതുകൊണ്ട് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഷിതയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിന് നമ്മുടെ ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട്. കാരണം ഇത് നാളെ വേറെ ആർക്കും സംഭവിക്കാൻ പാടില്ല. കാരണം ഒരുപാട് കുട്ടികൾ പല വീടുകളിൽ നിന്ന് ഇതുപോലെ ജോലിക്ക് പോകുന്നുണ്ട്. അവരൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പോണത്. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം. ഇക്കാര്യം ഉന്നയിച്ച് പട്ടാമ്പി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. യുവതി ശൗചാലയത്തിൽ കയറി വാതിലടച്ച ശേഷം തീ കൊളുത്തുകയായിരുന്നുവെന്നാണ് സൂചനയെന്ന് പട്ടാമ്പി പോലീസ് പറയുന്നു. മരണകാരണം വ്യക്തമായിട്ടില്ല. തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകിയ മൃതദേഹം ഷൊർണൂർ ശാന്തിതീരം ശ്മശാനത്തിൽ സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂർ കാഞ്ഞാണിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. കാഞ്ഞാണി പുത്തൻകുളം നെടുന്തേടത്ത് വീട്ടിൽ 27 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പൂവശ്ശേരി വീട്ടിൽ 20 വയസ്സുള്ള ആദർശിനെ തൃശൂർ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാഞ്ഞാണി പുത്തൻകുളത്ത് വെച്ചായിരുന്നു അപകടം. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വാഹനങ്ങളുടെ കൂട്ടയിടി. വഴിയാധാരമായി KSRTC യാത്രികർ. രാവിലെ 7 മണിയോടെ തൃശൂർ ഭാഗത്തുനിന്നും വടക്കാഞ്ചേരി ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാന പാതയിൽ അപകടങ്ങൾ നിത്യസംഭവമായപ്പോൾ വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാനായി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിച്ചിരുന്നു. വേഗതയിൽ വന്നിരുന്ന പിക്കപ്പും തൊട്ടുപിറകിൽ വന്നിരുന്ന ടിപ്പർ ലോറിയും സ്പീഡ് ബ്രേക്കറിന് സമീപം വേഗത കുറച്ചതിനെ തുടർന്ന് അമിത വേഗത്തിലെത്തിയ KSRTC ബസ് ടിപ്പറിന് പിറകിൽ ഇടിക്കുകയും ടിപ്പർ തൊട്ടു മുന്നിലുണ്ടായിരുന്ന പിക്കപ്പിലും ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ലെങ്കിലും KSRTCയുടെ മുൻഭാഗം ഭാഗികമായി തകർന്നിട്ടുണ്ട്.
വാഹനം റോഡിൽ നിന്ന് നീക്കാൻ സാധിക്കാത്ത വിധം തകരാറിലാവുകയും ചെയ്തു. ഇതേ തുടർന്ന് വടക്കാഞ്ചേരി ഭാഗത്തേക്കുള്ള ട്രാക്കിൽ KSRTC കുടുങ്ങുകയും ഗതാഗതം ഒറ്റവരിയായി പരിമിതപ്പെടുകയും ചെയ്തു. KSRTCയിലെ യാത്രികർ മറ്റ് വാഹനങ്ങളെ ആശ്രയിക്കേണ്ടി വന്നു. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മുള്ളൂർക്കരയിൽ റേഷൻ കടയ്ക്കെതിരായ സപ്ലൈ ഓഫീസ് അധികൃതരുടെ നടപടിക്ക് ഹൈക്കോടതി സ്റ്റേ. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച അഴിമതി ആരോപണത്തെ തുടർന്നാണ് തൃശൂർ ജില്ലാ സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ മുള്ളൂർക്കരയിലെ 237 നമ്പർ റേഷൻ കട പൂട്ടിയത്. നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമുയർന്നിരുന്നു. മുള്ളൂർക്കര ആറ്റൂരിൽ പ്രവർത്തിക്കുന്ന 237 നമ്പർ റേഷൻ കട ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ജില്ലാ സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ പൂട്ടിച്ചത്. അഴിമതി സംബന്ധിച്ച പരാതിയെ തുടർന്നായിരുന്നു നടപടി. എന്നാൽ നടപടിക്ക് ഹൈക്കോടതി സ്റ്റേ പ്രഖ്യാപിച്ചു. കടയുടമ KM അബ്ദുൽ ഗഫൂറിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള അധികൃതരുടെ നടപടിക്കും സ്റ്റേയുണ്ട്. അതേസമയം ഇതുവരെ റേഷൻ കടയിൽ നിന്ന് കൊണ്ടുപോയ അരിയും ഗോതമ്പും മറ്റ് സാധനങ്ങളും തിരിച്ചെത്തിച്ചിട്ടില്ലെന്ന് കടയുടമ പറഞ്ഞു. സപ്ലൈ ഓഫീസിൻ്റെ മുന്നിൽ സമരം ആരംഭിക്കുമെന്നും കടയുടമ KM അബ്ദുൽ ഗഫൂർ മുന്നറിയിപ്പ് നൽകി. മുള്ളൂർക്കരയിലെ റേഷൻ കട അടപ്പിച്ചതിനെ തുടർന്ന് വ്യാപകമായ പ്രതിഷേധം ഉയർന്നിരുന്നു. റേഷൻ വ്യാപാരി സംഘടനാ ഭാരവാഹികളും ഉദ്യോഗസ്ഥരും പോലീസും തമ്മിൽ വാക്കേറ്റം വരെയുണ്ടായി. UDFിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണയും നടന്നു. സപ്ലൈ ഓഫീസറുടെ ധിക്കാരപരമായ നടപടി ആരോപിച്ച് തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ അനിശ്ചിതകാലത്തേക്ക് തലപ്പള്ളി താലൂക്കിലെ റേഷൻ കടകൾ നിർത്തിവെക്കുകയാണെന്നും റേഷൻ വ്യാപാരി സംഘടനാ ഭാരവാഹികൾ അറിയിച്ചിരുന്നു. സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ പൊതുമാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് കണ്ടെത്തിയതിനാലാണ് പോലീസ് സാന്നിധ്യത്തിലെത്തി ആറ്റൂർ മനപ്പടിയിലെ റേഷൻ കട അധികൃതർ അടപ്പിച്ചത്. അടഞ്ഞുകിടന്ന കടയുടെ പൂട്ട് പൊളിച്ച് അരിയും ഗോതമ്പും മറ്റ് സാധനങ്ങളും നീക്കിയിരുന്നു. കഴിഞ്ഞ 8-ന് സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം കട അടപ്പിക്കാനെത്തിയപ്പോൾ ഉടമയും നാട്ടുകാരും ചേർന്ന് തടഞ്ഞതിനെ തുടർന്നാണ് പോലീസ് സാന്നിധ്യത്തിലെത്തി കടയടപ്പിച്ചത്. നടപടിക്കെതിരെ റേഷൻ വ്യാപാരികൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അന്തിമ വിധി വരുന്നതിനു മുമ്പ് കട പൂട്ടിച്ചതിനെതിരെയാണ് വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചേലക്കരയിൽ ഹോട്ടൽ ജീവനക്കാരനെ ആക്രമിച്ച സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ. ചേലക്കര പങ്ങാരപ്പള്ളി പട്ടരുതൊടി വീട്ടിൽ 32 വയസ്സുള്ള മനോജാണ് പിടിയിലായത്. വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ചേലക്കര മേപ്പാടത്തുള്ള ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചതിന്റെ പൈസ ചോദിച്ചതിനാണ് ഹോട്ടൽ ജീവനക്കാരനെ മനോജ് ആക്രമിച്ചത്. കല്ലുകൊണ്ട് തലക്കിടിച്ച് മാരകമായി പരിക്കേൽപ്പിച്ചിരുന്നു. സംഭവത്തിൽ വധശ്രമത്തിനാണ് മനോജിനെതിരെ ചേലക്കര പോലീസ് കേസെടുത്തത്. പ്രതിയെ വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഒറ്റപ്പാലത്തും ചേലക്കരയിലും കേസുകളിൽ ഉൾപ്പെട്ട പ്രതി സ്വകാര്യ ബസ് ജീവനക്കാരനാണ്. SI ജോളി സെബാസ്റ്റ്യൻ, CPOമാരായ IB രഞ്ജിത്ത്, ശിവകുമാർ, മനു, വിഷ്ണു, ബിനു എന്നിവരാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചെറുതുരുത്തിയിലെ കെട്ടിടത്തിൽ 1.5 മീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടി നട്ടുവളർത്തിയ നിലയിൽ കണ്ടെത്തി. ഇതര സംസ്ഥാന തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലമാണിത്. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ചെറുതുരുത്തി സെൻട്രലിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ കടയുടെ മുകൾ ഭാഗത്തായാണ് ഏകദേശം 1.5 മീറ്റർ വലിപ്പമുള്ള കഞ്ചാവ് ചെടി നട്ടുവളർത്തിയ നിലയിൽ കണ്ടെത്തിയത്. ചെറുതുരുത്തി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. ചെറുതുരുത്തി SI നിഖിൽ, അഡീഷണൽ SI കമറുദ്ദീൻ, ഉദ്യോഗസ്ഥരായ വിനീത് മോൻ, ഗിരീഷ്, നിഷാദ്, ഷംസുദ്ദീൻ എന്നിവരടങ്ങിയ സംഘമാണ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. അന്യസംസ്ഥാന തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലമാണിത്. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വയനാടിന് കൈത്താങ്ങുമായി മങ്കരയിലെ വേല കമ്മിറ്റികൾ. മങ്കര മഞ്ഞക്കര വേല കമ്മിറ്റിയും മഞ്ഞക്കര അയ്യപ്പൻ വിളക്ക് കമ്മിറ്റിയും ചേർന്നാണ് 1 ലക്ഷം രൂപ സമാഹരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. അയ്യപ്പൻ വിളക്ക് കമ്മിറ്റിക്ക് വേണ്ടി ട്രഷറർ ഹരിദാസനും വേല കമ്മിറ്റിക്ക് വേണ്ടി ചെന്താമരാക്ഷനുമാണ് 1/2 ലക്ഷം രൂപ വീതം MLA K ശാന്തകുമാരിക്ക് കൈമാറിയത്. മഞ്ഞക്കരയിലെ പരേതനായ CC രാധാകൃഷ്ണന്റെ സ്മരണയ്ക്കായി 1 മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വയോധികരായ ചാത്തുസ്വാമിയും ഭാര്യ രുക്മിണിയും ചേർന്ന് MLAക്ക് കൈമാറി. മങ്കര മഞ്ഞക്കര ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ വേല കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് SV ഹരിദാസ്, K രാധാകൃഷ്ണൻ, EP സുരേഷ്, MA മോഹൻദാസ്, വിജയകുമാർ, സന്തോഷ്, വിഷ്ണു, ഭാസ്കരൻ, ജിൻസി, അയ്യപ്പൻ വിളക്ക് കമ്മിറ്റി ഭാരവാഹികളായ CK വിജയൻ, വിഷ്ണുദത്തൻ, രൂപേഷ്, സേതുമാധവൻ, KV ഉണ്ണി, മുരളി,
തുടങ്ങിയവർ പങ്കെടുത്തു. വേല കമ്മിറ്റികളെയും അയ്യപ്പൻ വിളക്ക് കമ്മിറ്റിയെയും വയോധിക ദമ്പതിമാരെയും MLA അഭിനന്ദിച്ചു. ഇത്തരത്തിലുള്ള സംഭാവനകൾ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു പ്രചോദനമാകുകയാണ്. ഈ മഹാദുരന്തത്തിൽ നിന്ന് കയറാൻ നമ്മളെല്ലാവരും ഇന്ന് സ്വമനസാലെ തയ്യാറായി മുന്നോട്ട് വരുന്നു. ഇത് വലിയൊരു പ്രചോദനമാണ്. ഇവിടെ 1.5 ലക്ഷം രൂപ വീതം കൈമാറിയിട്ട് 2 വേല കമ്മിറ്റിയെയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട രാഘവൻ അമ്മിയെയും സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നിങ്ങൾ നൽകിയ ഈ സംഭാവനകൾ സ്വീകരിച്ചതായി അറിയിക്കുക. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മാങ്കുർശി AUP സ്കൂളിൽ ചാന്ദ്രദിന ക്യൂസ് മത്സര വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. മംഗല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് സമ്മാനദാനം നിർവഹിച്ചു. മാങ്കുർശി AUP സ്കൂളിൽ ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് ശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിലാണ് ചാന്ദ്രദിന ക്യൂസ് മത്സരം സംഘടിപ്പിച്ചത്. വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകളും ഉപഹാരങ്ങളും വിതരണം ചെയ്തു. UP വിഭാഗത്തിൽ സനൂഷ, അനന്യ, ഫൈഹ ഫാത്തിമ എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് സമ്മാനദാനം നിർവഹിച്ചു. ചാന്ദ്രദിന ക്വിസ് അല്ലെങ്കിൽ ചാന്ദ്രദിനം ആഘോഷിക്കുന്നത് ഒരുപാട് ദിനങ്ങൾ നമ്മൾ ആഘോഷിക്കാറുണ്ട് ഇല്ലേ? ഓരോ പേര് പറഞ്ഞ ഓരോന്ന് ആഘോഷിക്കാറുണ്ട്. പക്ഷെ ഇവിടെ ചന്ദ്രനില് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ശാസ്ത്ര സാങ്കേതിക രംഗത്ത് എന്താണ് വിപ്ലവകരമായ ഒരു മാറ്റമാണ് എന്ത് ചെയ്തിരിക്കുന്നത്. ചന്ദ്രനിലേക്ക് ആളെ അയക്കുക എന്നത് വലിയ ഒരു ദൗത്യമാണ്. വാർഡ് മെമ്പർ അനിശ്രീ, സ്കൂൾ മാനേജർ VR വിജയകുമാർ, പ്രധാനാധ്യാപകൻ MD പ്രകാശ്, KK സുരേഷ്, R ഷജി, V രാജീവ്, KB പ്രത്യൂഷ്, S സുജിത് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പെരിങ്ങോട്ടുകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. തരൂർ MLA PP സുമോദ് ഉദ്ഘാടനം ചെയ്തു. ഇത്തരമൊരു വേളയിലാണ് ഈ സ്ഥാപനത്തിൽ 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലുമെല്ലാം ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾ ഏറെ മാതൃകാപരമായി അനുമോദിക്കാൻ ഇവിടുത്തെ അധ്യാപകരും PTA സംവിധാനവും ജനപ്രതിനിധികളുമെല്ലാം ഈ സ്കൂളിന്റെ പ്രത്യേകത ഈ ഗ്രാമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ കേന്ദ്രം. യഥാർത്ഥത്തിൽ മലയാള ഭാഷ മുട്ടിട്ടതും വികാസം പ്രാപിച്ചതുമല്ല. വിജയോത്സവത്തിൽ സ്കൂൾ PTA പ്രസിഡന്റ് M ആബിദ് അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് ജിജിമോൾ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ മൊമെന്റോ വിതരണവും MLA നിർവഹിച്ചു. പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി, പരത്തിപ്പുള്ളിയിലെ പ്രവാസി വ്യവസായി രവിശങ്കർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. പഞ്ചായത്ത് അംഗങ്ങളായ രാജേഷ്, സന്തോഷ്, SMC ചെയർമാൻ രാധാകൃഷ്ണൻ, PTA വൈസ് പ്രസിഡന്റ് സലിൻകുമാർ, MPTA പ്രസിഡന്റ് രജിത, PTA എക്സിക്യൂട്ടീവ് അംഗം ഉമ്മർ, അധ്യാപകരായ പ്രദീപ്, ശോഭ മൈക്കിൾ, ജയപ്രകാശ്, ശ്രീധരൻ, കുമാരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. AR ബാബു ചെറുതുരുത്തിയുടെ കവിതാ സമാഹാരം ഇരയും വേട്ടക്കാരനും പ്രകാശനം ചെയ്തു. തൃശൂർ കേരള സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങിൽ സാഹിത്യകാരൻ ഡോക്ടർ C രാവുണ്ണി പുസ്തക പ്രകാശനം നിർവഹിച്ചു. KSFE തൃശൂർ ഹെഡ് ഓഫീസിലെ സീനിയർ മാനേജറാണ് കവി AR ബാബു. ഇരയും വേട്ടക്കാരനുമെന്ന അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരം ഡോക്ടർ C രാവുണ്ണി പ്രകാശനം ചെയ്തു. കവിത ചെറുതായിരിക്കും, രൂപത്തിൽ ചെറുതായിരിക്കും, വലുപ്പത്തിൽ ചെറുതായിരിക്കും എന്നുള്ളത് കൊണ്ട് കവിത ചെറുതാവുന്നുണ്ട്. കവിത വലുപ്പം തീരുമാനിക്കുന്നത് അതിനെത്ര കാണുന്നതിൽ എത്ര വലിയുണ്ടെന്നോ എത്ര വലിപ്പമുണ്ടെന്നോ എത്ര പേരുകളോ നോക്കുന്നത്. അത് എത്രമേൽ നമ്മുടെ ജീവിതത്തെ തോന്നുന്നുണ്ട്, നാം ജീവിച്ച ജീവിതത്തെ. KSFE ചെയർമാൻ K വരദരാജൻ പുസ്തകം ഏറ്റുവാങ്ങി. ബക്കർ മേത്തല പുസ്തകം പരിചയപ്പെടുത്തി. KSFE ഓഫീസേഴ്സ് യൂണിയൻ സെക്രട്ടറി S അരുൺ ബോസ് അധ്യക്ഷത വഹിച്ചു. KSFE മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ SK സനിൽ മുഖ്യാതിഥിയായിരുന്നു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, KSFE ഡയറക്ടർ ബോർഡ് അംഗം T നരേന്ദ്രൻ, PN ഗോപികൃഷ്ണൻ, ഡോക്ടർ KP സംഗീത, S മുരളീകൃഷ്ണപിള്ള, PS ഷമീന, MV സുധീർ, PL ലതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. KSFE സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പാലക്കാട് യോഗാസന സ്പോർട്സ് അസോസിയേഷന്റെ 5ാമത് യോഗാസന ചാമ്പ്യൻഷിപ്പ് ഓഗസ്റ്റ് 25 നടക്കും. പറളി ബാപ്പുജി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 10 മുതൽ 55 വയസ്സുവരെ പ്രായമുള്ളവർ പങ്കെടുക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
കുട്ടികൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി വിവിധ കാറ്റഗറികളിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കും. ജില്ലാതല ചാമ്പ്യൻഷിപ്പിൽ വിജയികളാകുന്നവർ സംസ്ഥാനതല മത്സരത്തിലും തുടർന്ന് ദേശീയ തലത്തിലും പങ്കെടുക്കും. ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളാകുന്നവർക്ക് ദേശീയ ഗെയിംസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിക്കാൻ കഴിയുമെന്നും ഇത്തവണത്തെ സൗത്ത് ഇന്ത്യ വുമൻസ് യോഗാസന ചാമ്പ്യൻഷിപ്പ് തമിഴ്നാട്ടിലാണ് നടക്കുകയെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഖേലോ ഇന്ത്യ ഗെയിംസിന്റെ അസ്മിത ഖേലോ ഇന്ത്യ വിമൻസ് യോഗാസന ലീഗ് സൗത്ത് സോൺ ഈ വരുന്ന ഓഗസ്റ്റ് 31-ാം തീയതി തമിഴ്നാട് തിരുച്ചിയിൽ വെച്ച് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നു. 6 സംസ്ഥാനങ്ങളാണ് അതിൽ ഇൻക്ലൂഡ് ആവുന്നത്. കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി, ആന്ധ്ര, കർണാടക ആൻഡ് തെലങ്കാന. 25 ഓഗസ്റ്റ് 2024 പാലക്കാട് ജില്ലാ മത്സരത്തിൽ വിജയിക്കുന്ന പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കുമാണ് ഇതിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സി മുരളീകൃഷ്ണൻ, സെക്രട്ടറി എം മനോജ്, ട്രഷറർ വിസ്മയ മോഹൻദാസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പട്ടാമ്പിയിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരി തീപ്പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ബന്ധുക്കൾ. മരിച്ച വാടാനംകുറിശി സ്വദേശിനിയായ യുവതിക്ക് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ജോലിയുമായി ബന്ധപ്പെട്ട മാനസിക സംഘർഷമാകാം മരണത്തിനു കാരണമെന്നും യുവതിയുടെ ബന്ധുക്കൾ. തൃശൂർ കാഞ്ഞാണിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. അപകടത്തിൽ മറ്റൊരു യുവാവിന് ഗുരുതര പരിക്ക്. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വാഹനങ്ങളുടെ കൂട്ടയിടി. വഴിയാധാരമായി KSRTC യാത്രികർ. മുള്ളൂർക്കരയിൽ റേഷൻ കടയ്ക്കെതിരായ സപ്ലൈ ഓഫീസ് അധികൃതരുടെ നടപടിക്ക് ഹൈക്കോടതിയുടെ സ്റ്റേ. കടയുടമയുടെ ലൈസൻസ് റദ്ദാക്കാനുള്ള നീക്കവും മരവിപ്പിച്ചു. മുള്ളൂർക്കരയിലെ 237-ാം നമ്പർ റേഷൻ കട ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി അധികൃതർ പൂട്ടിച്ചത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച. ചേലക്കരയിൽ ഹോട്ടൽ ജീവനക്കാരനെ ആക്രമിച്ച സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ. പോലീസിന്റെ പിടിയിലായത് സ്വകാര്യ ബസ് ജീവനക്കാരൻ മനോജ്. കേസ് വധശ്രമത്തിന്. ചെറുതുരുത്തിയിൽ 1.5 മീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടി നട്ടുവളർത്തിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സ്വകാര്യ കെട്ടിടത്തിൽ കഞ്ചാവ് ചെടി കണ്ടെത്തിയത് ഇതര സംസ്ഥാന തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്ന മേഖലയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.